സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. 45 കുട്ടികൾക്ക് ഒരധ്യാപകൻ എന്ന അനുപാതം കോടതി റദ്ദാക്കി. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച അധ്യാപക പാക്കേജ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസാവകാശ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അധ്യാപക നിയമനം നടത്താനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതനുസരിച്ച് LP സ്കൂളുകളിൽ 30 കുട്ടികൾക്ക് ഒരധ്യാപകൻ എന്ന കണക്കിലും UP സ്കൂളുകളിൽ 35 കുട്ടികൾക്ക് ഒരധ്യാപകൻ എന്ന കണക്കിലും നിയമനം നടത്താം. മാത്രമല്ല, അധ്യാപക നിയമനം നടത്താൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിദ്യാഭ്യാസ ചട്ടത്തിൽ 2014 സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 8 സ്കൂൾ മാനേജർമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. അതേസമയം LP വിഭാഗം 1 മുതൽ 5ാം ക്ലാസ് വരെയും UP വിഭാഗം 6 മുതൽ 8ാം ക്ലാസ് വരെയുമാക്കുന്നത് തടയണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. മീഡിയ 1 കൊച്ചി. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 ആക്കുന്നത് സർക്കാരിന് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പ്രതികരിച്ചു. ഭാവിയിലും 1:30, 1:35 തുടരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഭയങ്കര സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതായാലും ഗവൺമെൻറ് ആലോചിച്ചിട്ട് മാത്രമേ അതിലൊരു മുഴുവനായിട്ടുള്ള വിധി ലഭിച്ചതിന് ശേഷം എന്ത് വേണമെന്നുള്ള തീരുമാനിക്കും. ഏതായാലും ഈ പാക്കേജ് അംഗീകരിച്ചതുകൊണ്ട് നിലവിലുള്ള നമ്മുടെ അധ്യാപക പാക്കേജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാനും അധ്യാപകരെ അതാത് സ്ഥലങ്ങളിൽ നിയമിക്കാനുമുള്ള സൗകര്യം ഇതോടുകൂടി ലഭിക്കും. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് എന്നോടൊപ്പം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി എത്തിയിട്ടുള്ളത് AKSTUയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി N ശ്രീകുമാർ തിരുവനന്തപുരത്ത്, KSTU സംസ്ഥാന പ്രസിഡന്റ് CP ചെറിയ മുഹമ്മദ് തിരുവനന്തപുരത്ത്, മാനേജ്മെന്റിന്റെ അഭിഭാഷകനായി എത്തിയ അഡ്വക്കേറ്റ് ജിജി തോമസ് കൊച്ചി സ്റ്റുഡിയോയിൽ, നാസർ എഡറിക്കോട് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ സെക്രട്ടറി നാസർ എഡറിക്കോട് മലപ്പുറത്ത്, ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ പ്രവർത്തകൻ M ഷാജിർ ഖാൻ ടെലിഫോൺ ലൈനിലും ഉണ്ടാകും. എൻ്റെ ചോദ്യം ആദ്യം ശ്രീ CP ചെറിയ മുഹമ്മദ് താങ്കളോടാണ്. ശ്രീ CP ചെറിയ മുഹമ്മദ്, 2 കാര്യങ്ങൾ. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്ന വ്യവസ്ഥ ഹൈക്കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി അത് റദ്ദാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ പാക്കേജിൽ, അധ്യാപക പാക്കേജിൽ സർക്കാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ സംരക്ഷണ നിയമത്തിനോട് യോജിച്ചതല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ 2 കാര്യങ്ങളും ആത്യന്തികമായി അധ്യാപക പാക്കേജ് കൊണ്ട് സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ അട്ടിമറിക്കുന്നതല്ലേ? ഇത് സർക്കാരിനുള്ള തിരിച്ചടിയല്ലേ? ശ്രീ CP ചെറിയ മുഹമ്മദ്. ഇവിടെ 2 കാര്യവും. ഒന്ന്, പ്രിയർ സാങ്ഷൻ്റെ കാര്യമാണ്. അധ്യാപക നിയമനത്തിന് മാനേജ്മെൻറ്റിന് മുൻകൂർ അനുമതി വാങ്ങണം എന്നുള്ള കാര്യത്തിൽ നിലനിൽക്കുന്ന KER പ്രൊവിഷൻ പ്രകാരമൊക്കെ ആൻറ്റിസിപ്പേറ്ററിയായി പോസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ അർത്ഥത്തിലായിരിക്കണം ബഹുമാനപ്പെട്ട കോടതി അതിന് മുൻകൂർ അനുമതി വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പാണ്. ആ കാര്യത്തിൽ മുൻകൂർ അനുമതി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഈ അധ്യാപക നിയമനം എന്നത് കൃത്യമായി ചില ചട്ടവട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് പോസ്റ്റ് പോലെയല്ല അധ്യാപക നിയമനങ്ങൾ. ഓരോ വർഷവും നിയമിക്കപ്പെട്ടു, അത് കുട്ടിയുടെ എണ്ണം നോക്കി ഫിക്സേഷൻ പ്രകാരം നിൽക്കുകയും പോവുകയും ചെയ്യുന്നൊരവസ്ഥ ആയതുകൊണ്ട് പ്രിയർ സാങ്ഷൻ ഇല്ലെങ്കിൽ പോലും നിയമിക്കപ്പെട്ടത് ശരിയാണെന്ന് പരിശോധിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യമുള്ളത് 1:30 എന്നുള്ള 30-35 നിയമിക്കണം എന്നുള്ള കാര്യം. ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പാണ്. ഈ 213 ഉത്തരവ് ഗവൺമെൻറ് ഇറക്കി ഏറ്റവും അവസാനമായി. നമുക്കറിയാം, കഴിഞ്ഞ 3-4 വർഷങ്ങളായി നിരന്തരമായി അധ്യാപക നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റും സെക്രട്ടേറിയറ്റിലും നിരന്തരമായി ഇതിൻ്റെ ചർച്ചകളും ഇതിൻ്റെ ഉത്തരവുകളും മാറി മാറി ഇറങ്ങുകയും അതിലിടപെടുകയും കോഷ് ചെയ്യുകയും അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ് പല്ലവിയായി മാറിയിരിക്കുകയാണ്. എന്താവട്ടെ, ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ ഒരു ഉത്തരവ് 1:30-35 ഗവൺമെൻറ് തന്നെ തത്വത്തിൽ അംഗീകരിച്ചതായിരുന്നു. പക്ഷേ അംഗീകരിച്ചപ്പോൾ അധിക തസ്തികയിൽ അത് അംഗീകരിച്ചില്ല. പകരമായി റിട്ടയർമെൻറ്റ് വേക്കൻസി ഉൾപ്പെടെയുള്ള വേക്കൻസികളിൽ 1:30-35 ഗവൺമെൻറ് അംഗീകരിച്ചതായിരുന്നു. ഇവിടെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്നത് ഇതിൻ്റെ ഒരു മെക്കാനിസമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നമുക്കറിയാം. ഒരു മിനിറ്റ് താങ്കൾ ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കി തരൂ. ഇവിടെ കൃത്രിമമായ തസ്തികകൾ സൃഷ്ടിച്ച് അവിടെ അധ്യാപന നിയമത്തിൻ്റെ പേരിൽ വലിയ കച്ചവടം നടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ
അതുകൊണ്ട് തന്നെ അതിന് മേലൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ഈ മുൻകൂർ അനുമതി എന്ന വ്യവസ്ഥ കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. ഇത് കോടതി എടുത്തു കളഞ്ഞതോടുകൂടി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം ഈ പറയുന്ന മാതിരി 1:30, 1:35 എന്ന് പുതുക്കി നിശ്ചയിക്കുന്നതിലൂടെ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുകയും വലിയ ഒരു അധ്യാപന നിയമത്തിന് പിന്നിൽ വലിയൊരു കച്ചവട സാധ്യത തുറന്നിടുകയുമല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനാണോ സർക്കാർ ഈ അധ്യാപക പാക്കേജ് കൊണ്ടുവന്നത് ഫലത്തിൽ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത് ആ ഉദ്ദേശം സാധ്യമാകാത്ത രീതിയിലാണ് ഈ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. കോടതിയുടെ ഈ ഇടപെടൽ ഈ പറഞ്ഞ പോലെ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് 1:30-35 ആവുന്നത് അത് സ്വാഭാവികമാണ്, അത് ആവേണ്ടതാണ്. കാരണം ഇപ്പോൾ പാഠ്യപദ്ധതിയുടെ പരിഷ്കാരത്തിൻ്റെ മാറ്റങ്ങൾ കേരളത്തിൽ ലോകത്തുടനീളം വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് കേരളം വളരെ മുമ്പിൽ പോകേണ്ടതാണ്. അതുമാത്രമല്ല കേന്ദ്ര നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. യഥാർത്ഥത്തിലും ഈ ഒരു റേഷ്യോ കൊണ്ടുവരാൻ കർശനമായി പറഞ്ഞതാണ്. കേരളത്തിലെ എല്ലാ അധ്യാപക സംഘടനകളും അക്കാദമിക താല്പര്യമുള്ള എല്ലാവരും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. ആർത്ഥത്തിൽ 1:30-35 ആക്കിയിട്ടുള്ളത് സ്വാധാരണമായ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ അത് കച്ചവടത്തിൻ്റെ ഒരു ഭാഗം. അതിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കറക്റ്റാണ്. മറ്റൊന്നുമല്ല, ഈ തോന്നിയതുപോലെ അതിപ്പോൾ UID ഉണ്ടായിട്ട് പോലും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചില കേസ് റിപ്പോർട്ട് ചെയ്തു. UIDയും EIDയും എല്ലാം ഉണ്ടായിട്ട് പോലും ചില അധ്യാപക നിയമനങ്ങൾ വന്നിട്ടുള്ള ചില കൃത്രിമത്വം. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇത് നേരെ നടക്കുന്ന ആയിരക്കണക്കിന് വിദ്യാലയങ്ങളെയും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ പാടില്ലെന്നാണ് കൃത്യമായി. താങ്കളിലേക്ക് തിരിച്ചു വരാം. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ സെക്രട്ടറി നാസർ എടരിക്കോട് മലപ്പുറം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ നാസർ എടരിക്കോട്, മാനേജ്മെന്റുകളുമായും അധ്യാപക സംഘടനകളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷം മന്ത്രിസഭ ഉപസമിതി സമർപ്പിച്ച അധ്യാപക പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് അധ്യാപക പാക്കേജ് നിലവിൽ വരുന്നത്. അപ്പോഴൊന്നും ഉണ്ടാകാതിരുന്ന ഒരു എതിർപ്പ് പിന്നീട് എന്തുകൊണ്ടാണ് മാനേജ്മെന്റുകൾ ഉന്നയിച്ചത്? ഇനി അധ്യാപക നിയമനത്തിൽ, തസ്തിക സൃഷ്ടിച്ച അധ്യാപക നിയമനത്തിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങുന്നതിൽ എന്താണ് മാനേജ്മെന്റുകൾക്ക് തടസ്സം? എന്തൊക്കെ ന്യായവാദങ്ങളാണ് നിങ്ങൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലെത്തിയപ്പോൾ ഉന്നയിച്ചത്? നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധ്യാപക പാക്കേജ് കൊണ്ടുവന്നത്. പക്ഷേ അധ്യാപക പാക്കേജ് കൊണ്ടുവന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തെങ്കിലും ഉത്തരവായി പുറത്തു വന്നപ്പോഴുണ്ടായ അപാകതകളാണ് പിന്നീടുണ്ടായ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. 4-5 വർഷമായി 3-4 വർഷമായി നമുക്കറിയാം, ഒരുപാട് അധ്യാപകർക്ക് നിയമപരമായിട്ട് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് വെച്ചവർക്ക് പോലും നിയമന അംഗീകാരം ലഭിക്കാതെ, ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കേന്ദ്ര വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കിയപ്പോൾ 2011 ജിയോ 100 വെച്ച് ഇറങ്ങിയതിന് ശേഷം 3 വർഷം സാവകാശം ചോദിക്കുകയും 2014-15 വർഷത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിന് KERൽ റൂൾ ഭേദഗതി വരുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ടും ജിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ചാലഞ്ച് ചെയ്തപ്പോൾ അത് അനുകൂല വിധി വന്നപ്പോൾ അപ്പീൽ പോയിക്കൊണ്ട് 313 ജിയോ പോയത്. അപ്പോഴാണ് 154 ജിയോ വെച്ചുകൊണ്ട് KERൽ ഭേദഗതി വരുത്താനുള്ള ശ്രമം തുടങ്ങിയത്. പിന്നീട് സർക്കാരിന് മനസ്സിലായി ഇത് നടത്തിക്കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇതിൻ്റെ ചർച്ചകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മാണി സാറുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ NSS, SNDP, ക്രൈസ്റ്റ് സഭകൾ, അങ്ങനെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഞാനടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ചർച്ച നടത്തുകയും വ്യവസ്ഥാപിതമായ ഒരു തീരുമാനത്തിന് അധ്യാപകരുടെ ശമ്പളം കിട്ടാത്ത പ്രയാസം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുവിധം സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ആ ചർച്ച വരുന്നത്. പിന്നെ ഇതിൽ ചില ഒറ്റപ്പെട്ട മാനേജർമാർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാനുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വളരെ വ്യക്തമായി, നമ്മൾ ഇതിൻ്റെ മുമ്പ് ചർച്ചയിലും മുമ്പത്തെ കോടതി വിധിക്കനുസരിച്ച് നമ്മൾ മീഡിയ വൺ തന്നെ ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വിദ്യാർത്ഥി അനുപാതം LPയിൽ 1:30, 1:30, UPയിൽ 1:35 പ്രകാരം വേണം. പക്ഷേ അത് KER പ്രകാരം തന്നെ നിർബന്ധമാക്കുകയും ചെയ്തപ്പോഴാണ് ഇതിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത അപ്രായോഗിക വ്യവസ്ഥകളാണ് വെച്ചിരുന്നത്. ആദ്യം ഇറക്കിയ ഉത്തരവിൽ തന്നെ നമുക്കറിയാമായിരുന്നു അടുത്ത വർഷത്തേക്കുള്ള ചോദ്യം ഇപ്പം തന്നെ ചോദിക്കണം, അതല്ലെങ്കിൽ മെയ് മാസത്തിൽ ചോദിച്ചിട്ട് പിറ്റത്തെ മാർച്ചിലാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു കൊല്ലക്കാലം വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണ്ടേ?
പള്ളിക്കൂടങ്ങൾ അനാഥമായി കിടന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മേധാവികൾ എന്ന നിലക്ക് മാനേജ്മെൻറ്റിന് അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. നിലവിലുള്ള വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അതുപോലെ തന്നെ RT ആക്റ്റും ഇത് വളരെ വ്യക്തമായി കോടതി ചൂണ്ടിക്കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകളൊക്കെ തന്നെ ഘട്ടം ഘട്ടമായി തന്നെ കോടതി ഓരോന്നും സ്റ്റേ ചെയ്യുകയും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അത്ര വലിയ അപാകതകൾ ശ്രീ N. ശ്രീകുമാർ, AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ N. ശ്രീകുമാർ, അത്ര വലിയ അപാകതകൾ സർക്കാരിൻ്റെ അധ്യാപക പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് അധ്യാപക നിയമനം നടത്തുന്നതിന് മുൻപ് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ തന്നെ ഈ പറയുന്ന അധ്യാപക നിയമനത്തിലെ കള്ളക്കച്ചവടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ഉപാധിയല്ലേ? അത് എടുത്തു മാറ്റപ്പെടുന്നതോടുകൂടി കുറെ കൂടി തുറന്ന ഒരു കച്ചവടത്തിനുള്ള സാധ്യത തിരിച്ചു വരികയല്ലേ അധ്യാപക നിയമനത്തിൻ്റെ കാര്യത്തിൽ? അധ്യാപക നിയമനം മാനേജ്മെൻറ്റിന് തോന്നിയ പോലെ നടത്താമെന്നും അതേസമയം അതിനു വേണ്ട സാമ്പത്തിക ബാധ്യത സർക്കാരിന് വരികയും ചെയ്യുന്നു. ഇത് എത്രത്തോളം ന്യായീകരിക്കാൻ കഴിയും? ഈ വ്യവസ്ഥ എടുത്തു കളഞ്ഞത് സർക്കാരിനൊരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും ഈ വ്യവസ്ഥ ഇവിടെ സൂചിപ്പിച്ച KER ഭേദഗതി ചെയ്തുകൊണ്ട് UDF ഗവൺമെൻറ് ആണ് നടപ്പിലാക്കിയെങ്കിലും UDF ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളെയൊക്കെ അതിശക്തമായി എതിർക്കുന്ന സംഘടനകളാണ് ഞങ്ങളുടേതൊക്കെ. എങ്കിലും ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന KER ഭേദഗതി ചെയ്തുകൊണ്ട് ഇനി മുതൽ മാനേജർമാർ മുൻകൂട്ടി ഗവൺമെൻറ്റിനെ അറിയിച്ചു വേണം നിയമനം നടത്താൻ എന്ന ഭേദഗതിയെ ഞങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഭേദഗതിയാണ്. എന്നാൽ ഗവൺമെൻറ് തന്നെ നടപ്പിലാക്കിയ ഭേദഗതിയെ കോടതിയിൽ വാദിച്ച് ജയിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചില്ല. ഇപ്പോൾ കോടതി പറഞ്ഞത് മാനേജ്മെൻറ്റുകളുടെ നിയമനാധികാരത്തെ ഒന്നും കൈകടത്താൻ ആർക്കും കഴിയില്ല എന്ന് നേരത്തെ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച ആ ഹൈക്കോടതി വിധിയിൽ തന്നെ കഴിഞ്ഞ ജനുവരിയിൽ വന്ന ഹൈക്കോടതി വിധിയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 1/45 അധിക ഡിവിഷൻ ഉണ്ടാകുമ്പോൾ അത് ആ നിലയിൽ 1/45 ക്രമത്തിൽ അധിക ഡിവിഷൻ ഉണ്ടാകുമ്പോൾ നിയമനം നടത്തണമെന്ന സർക്കാരിൻ്റെ വാദം ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാ ഡിവിഷനുകളിലേക്കും 1/30 അല്ലെങ്കിൽ 1/35 ക്രമത്തിൽ നിയമനം നടത്തണമെന്നാണ്. അതും വിദ്യാഭ്യാസ അവകാശ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത് പോലെ സ്കൂൾ തലത്തിലുള്ള അനുപാതത്തിൽ ക്ലാസ് തലത്തിലുള്ള സ്കൂൾ തലത്തിലല്ല ക്ലാസ് തലത്തിലുള്ള അനുപാതത്തിൽ നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റുകൾക്ക് ധാരാളം നിയമനങ്ങൾക്കുള്ള അവസരമുണ്ടാകും. ആ നിയമനങ്ങളെല്ലാം മാനേജ്മെൻറ്റുകൾക്ക് പകൽക്കൊള്ള ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നത് ഗവൺമെൻറ് തന്നെ അന്ന് ഉണ്ടാക്കിയ KER ഭേദഗതി അത് നിലനിർത്താൻ ഗവൺമെൻറ്റിന് തന്നെ യഥാർത്ഥത്തിൽ വേണ്ടത്ര ജാഗ്രതയില്ലായിരുന്നു. ഗവൺമെൻറ് തന്നെ അക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവത്തോടെ അക്കാര്യത്തിൽ ഇടപെടാത്തത് കൊണ്ടാണ് ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒത്തുകളിയാണോ ഇക്കാര്യത്തിലെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഏതായാലും ശരി, ഇന്ന് വന്നിരിക്കുന്ന കോടതി വിധിയുടെ അത് മാനേജ്മെൻറ്റുകൾക്ക് കേരളത്തിൽ കൊള്ള ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ധാരാളം തുറന്നിടുന്നു എന്നുള്ള അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉള്ളപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011 മുതൽ നിയമനം കാത്തിരിക്കുന്ന 14,000-ഓളം അധ്യാപകർ ഇവിടെയുണ്ട്. ആ 2011 മുതൽ നിയമനം കാത്തിരിക്കുന്ന അധ്യാപകർക്ക് 1/30 അല്ലെങ്കിൽ 35 പ്രകാരം അവർക്ക് നിയമനം കിട്ടാൻ വേണ്ടിയുള്ള അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് അതും മാനേജ്മെൻറ്റുകൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ കോഴയുടെ അടിസ്ഥാനത്തിലല്ലേ ഈ അധ്യാപകർ നിയമിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ നിലവിലുള്ള വ്യവസ്ഥിതി അനുസരിച്ച് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരായ അധ്യാപകർ നിയമനം നേടിയവരാണ്. ആ നിയമനം നേടിയ അവർക്ക് ഇനി 3-4 വർഷം ഇപ്പോൾ 4-4.5 വർഷം അവരിപ്പോൾ ഒരു പൈസ പോലും ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്ത ആ അധ്യാപകർക്ക് നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആനുകൂല്യം ഇന്നത്തെ കോടതി വിധിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കോടതി വിധിക്ക് മേൽ ഇനി സർക്കാർ ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുവാദം മാറ്റിയ കാര്യത്തിലും മാനേജ്മെൻറ്റുകൾ മുൻകൂട്ടി അറിയിക്കണമെന്ന കാര്യത്തിലുമൊക്കെയുള്ള ഹൈക്കോടതി വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്നതിൽ തിരക്കേടില്ല. പക്ഷേ പുതിയതായി 2011 മുതൽ കാത്തിരിക്കുന്ന നിയമനങ്ങളെ അത് ബാധിക്കരുത് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജിജി തോമസ്, ഈ വിഷയം മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി താങ്കൾ കോടതിയിൽ അവതരിപ്പിച്ചപ്പോൾ ഏതൊക്കെ, അതായത് അധ്യാപക പാക്കേജ് തത്വത്തിൽ അംഗീകരിക്കുകയും അതേസമയം അതിൽ കാതലായ 2 കാര്യങ്ങളിൽ മാറ്റം വരുത്തണം, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് കോടതി എടുക്കുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു താങ്കൾ കോടതിയിൽ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ച വാദങ്ങൾ? 2013 മുതൽ 2015 വരെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സിനെ സ്കൂളിൽ നിയമിക്കുന്നതും അവരുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട്
സർക്കാരുകൾ ഒരുപറ്റം ഉത്തരവുകൾ ഇറക്കിയിരുന്നു. ആ ഒരുപറ്റം ഉത്തരവുകളിൽ സ്കൂളിൻ്റെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളും സർക്കാർ പറഞ്ഞിരുന്നു. ആ ഘടനാപരമായുള്ള മാറ്റം GOP 154/2013 എന്നുള്ളൊരു ഉത്തരവ് 3/5/2013 ഇറക്കി. ആ സ്ട്രക്ചറൽ ചേഞ്ചസിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മതിയായ കാഴ്ചപ്പാടില്ലാതെയും കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന് എതിരായും ഇറക്കിയതുകൊണ്ട് എലിമെൻ്ററി സ്കൂളുകൾ, അതായത് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളെ എലിമെൻ്ററി സ്കൂളുകളായി കണ്ടെത്തിക്കൊണ്ട് 1:35 എന്ന് LP വിഭാഗത്തിലും 1:45 എന്ന് UP വിഭാഗത്തിലും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും എണ്ണം കണക്കിലെടുത്ത് നിയമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ സ്ട്രക്ചറൽ ചേഞ്ച് വന്നപ്പോൾ പീപ്പിൾ ടീച്ചർ റേഷ്യോ 1:35 തീരുമാനിക്കേണ്ടത് ആസ് എ സ്കൂൾ ഒരു യൂണിറ്റാണ് എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് സർക്കാർ പോയത്. അത് ഒരു പ്രാക്ടിക്കബിളായിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നില്ല. അത് കോടതിയിൽ സർക്കാർ അഭിഭാഷകന് കോടതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. അതായത് 1 മുതൽ 4 വരെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ സപ്പോസ് 100 കുട്ടികൾ ഉണ്ടെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നിയമപ്രകാരം ഒരു സ്കൂളിനെ മൊത്തമായിട്ടൊരു യൂണിറ്റായിട്ട് എടുക്കുന്നതെങ്കിൽ അവിടെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരു ടീച്ചറെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. 4ാം ക്ലാസ്സിലെ കുട്ടികൾ 1ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലെ കുട്ടികൾ 4ലും ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രാക്ടിക്കബിൾ സൊല്യൂഷനായിട്ട് അത് കോടതിക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഇത് വർക്കബിൾ സൊല്യൂഷന് വേണ്ടി 1:35 പീപ്പിൾ ടീച്ചർ റേഷ്യോ നിശ്ചയിക്കേണ്ടത് ക്ലാസ് ഡിവിഷനാണെന്നും ഓരോ ക്ലാസ് വൈസ് ആണെന്നും പറഞ്ഞുകൊണ്ട് കോടതി GOP 154/2013 ഉത്തരവ് കോടതി റദ്ദ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ എലിമെൻ്ററി, അതായത് റെക്കഗ്നൈസ്ഡ് എലിമെൻ്ററി സ്കൂളുകളിലും 1:30 LPയിലും 1:45 UPയിലും കൊണ്ടുവരികയാണ് ചെയ്തത്. അല്ല, ഈ പറയുന്ന അനുപാതം ശ്രീ ജിജി തോമസ്, ഈ പറയുന്ന അനുപാതം 30 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ, 35 വിദ്യാർത്ഥികൾക്ക് UP സ്കൂളിൽ ഒരു അധ്യാപകൻ എന്ന അനുപാതം കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പാലിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് 2011 മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരുപറ്റം മാനേജർമാർ അത് സെൻട്രൽ, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നിയമം, കേന്ദ്ര നിയമത്തിലെ 26ാം വകുപ്പ് പ്രകാരം ഒരു സ്കൂളിൽ ഏകദേശം 90% കൂടുതൽ നിയമനം നടത്തിയിരിക്കണം. അങ്ങനെ നിയമനം നടത്താത്ത സ്കൂളുകളുടെ അംഗീകാരം സെക്ഷൻ 19 പ്രകാരം റദ്ദ് ചെയ്യാനുള്ള അവകാശം കൺസേൺഡ് അധികാരി, അതായത് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിയമപരമായിട്ടുള്ള ഉപദേശത്തിൻ്റെയും അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക്, അതായത് 25 മുതൽ 30 വരെയുള്ള കുട്ടികളെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിപ്പിച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ട് അറ്റൻഷനും കെയറും കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയാണ്. അതായത് IIT പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികൾ പോയിട്ട് അവർ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വളരെ നല്ല രീതിയിലുള്ള, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, ക്വാണ്ടിറ്റേറ്റീവ് അല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതുപ്രകാരം 100, അതായത് ഒരു 100 കുട്ടികളുള്ള ഒരു സ്കൂളിൽ അവിടെ 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിലുള്ള രീതിയിൽ അധ്യാപകരെ നിയമിച്ചാൽ മാത്രമേ അവർക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പൊതുവിദ്യാഭ്യാസ പ്രവർത്തകൻ M. ഷാജിർ ഖാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാജിർ ഖാൻ, ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകളോട് ചേർന്ന് നിൽക്കണം സംസ്ഥാനത്തെ ഈ അധ്യാപക പാക്കേജ് വരുമ്പോൾ അതിലെ വ്യവസ്ഥകൾ എന്നത് അറിയാതെ പോകാൻ പാടില്ല സർക്കാരിന്. ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ ഈ അധ്യാപക പാക്കേജിൽ ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനത്തിന് മുൻകൂർ അനുമതി വേണ്ട എന്ന തീരുമാനം ഏത് തരത്തിലാണ് സർക്കാർ ഖജനാവിന് അധിക ബാധ്യത ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് സ്വീകാര്യമായ ഒരു ഇടപെടലാണോ? അതായത് ഇതിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഈ അധ്യാപക പാക്കേജിനെ തത്വത്തിൽ കോടതി അംഗീകരിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. കാരണം വലിയൊരു വിഭാഗം അധ്യാപകർ, ഇതിനകം നിയമിതരായിട്ടുള്ള, ശമ്പളം കിട്ടാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകർ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് 2011 ശേഷം നിയമിതരായിട്ടുള്ള അധ്യാപകരുണ്ട്. അവരുടെ കാര്യത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ ഈ അൺഎക്കണോമിക് കാറ്റഗറി എന്ന പേരിൽ ഉള്ള അധ്യാപകരുണ്ട്. കാരണം ഈ 30 അല്ല, വാസ്തവത്തിൽ 20 കുട്ടികളുള്ള അല്ലെങ്കിൽ അതിൽ താഴെ കുട്ടികളുള്ള സ്കൂളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർക്കൊന്നും ഇപ്പോൾ ശമ്പളം കിട്ടുന്നില്ല. ഈ മാനേജ്മെന്റുകൾ തന്നെ പല ഘട്ടങ്ങളിൽ നിയമിച്ചതാണ്. വേക്കൻസി ഇല്ലാത്ത
സന്ദർഭങ്ങളിൽ പോലും ഇവർ നിയമനം നടത്തിയിട്ടുണ്ട്. രാജി, മരണം, റിട്ടയർമെന്റ്, അഡീഷണൽ വേക്കൻസികൾ, ഈ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളുടെ കാര്യമാണ് പാക്കേജിൽ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെയും നിയമിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോ ഈ നിയമിതരായിട്ടുള്ള എല്ലാ അധ്യാപകർക്കും യുദ്ധകാല അടിസ്ഥാനത്തിൽ നിയമന അംഗീകാരം നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുകയും അതുവഴി വിദ്യാഭ്യാസത്തെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ആ ഭാഗം, അതിനൊരു അംഗീകാരം കോടതി കൊടുത്തു എന്നുള്ളത് തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അതോടൊപ്പം വേണ്ടാത്ത കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നിയമനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും എയ്ഡഡ് മാനേജ്മെന്റുകൾ വർഷങ്ങളായി ഇല്ലാത്ത വേക്കൻസികളിൽ പോലും കോഴ വാങ്ങിക്കൊണ്ട് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്ന, കേരള സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ നിയന്ത്രണങ്ങൾ വേണം, അവിടെ മാനദണ്ഡങ്ങൾ വേണം. അപ്പോൾ ആ മാനദണ്ഡങ്ങൾക്ക് അത് നിയമാനുസൃതമായ മാനദണ്ഡങ്ങളാണ്. അപ്പോൾ ആ മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രയർ സാങ്ഷൻ വേണ്ട, ഗവൺമെന്റിന്റെയോ ബന്ധപ്പെട്ട അധികാരികളുടെയോ സാങ്ഷൻ ഇല്ലാതെ നടത്തിക്കളയാം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന. ഷാജിർ ഖാൻ പറഞ്ഞതുപോലെ ഇല്ലാത്ത തസ്തികകളുടെ പേരിൽ നിയമനം നടത്തുന്ന ഒരു അവസ്ഥ, അതിന്റെ പേരിൽ കച്ചവടം നടക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് കുറെ കൂടി എളുപ്പത്തിൽ നടക്കാൻ അല്ലെങ്കിൽ കുറെ കൂടി വിസ്തൃതമായി നടത്താൻ സഹായകരമാകുന്നതല്ലേ? ഇപ്പോൾ 1:45 എന്ന അനുപാതം 1:30 1:35 ചുരുങ്ങുകയും സർക്കാരിന് ഈ നിയമനത്തിന് മേൽ അധികാരം ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ, അതായത് 1:30-35 വരുമ്പോൾ തീർച്ചയായിട്ടും 10,000-ഓളം പുതിയ വേക്കൻസികൾ വരും. അപ്പോൾ അവിടേക്ക് നിയമനം നടത്താൻ ഈ കച്ചവട ശക്തികൾക്ക് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അവിടെ വ്യക്തമായ ഒരു മാനദണ്ഡം ഗവൺമെന്റ് ഉണ്ടാക്കണം. അതായത് ഇപ്പോ ഇതിനകം നിയമിതരായിട്ടുള്ള അധ്യാപകരെ പുനർവിന്യസിക്കുകയും അവർക്ക് നിയമന അംഗീകാരം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പുതുതായി ഇപ്പം ഉടനടി നിയമനം നടത്തിക്കൊണ്ട് ഒരു കച്ചവടം നടത്താനുള്ള അവസരം നിഷേധിക്കാൻ കഴിയും. അപ്പോൾ പക്ഷെ അവിടെ ഗവൺമെന്റ് മാനേജ്മെന്റുമായി ഒത്തുകളിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഗവൺമെന്റ് ഇപ്പൊ കോടതിയിൽ പോലും നേരത്തെ ശ്രീകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഈ പോയിന്റ് കോടതിയിൽ സ്ഥാപിച്ചെടുക്കുവാൻ അവര് അലംഭാവം കാട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഗവൺമെന്റിന്റെ അഭിഭാഷകൻ അവിടെ അവതരിപ്പിച്ചത്? നിങ്ങളിപ്പോ ഈ ചർച്ചയിൽ മാനേജ്മെന്റിന്റെ അഭിഭാഷകൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ കോടതിക്ക് ഗവൺമെന്റിന് വേണ്ടി അവിടെ ഹാജരായിട്ടുള്ള അഭിഭാഷകർ എന്തുതരം ആർഗ്യുമെന്റാണ് അവതരിപ്പിച്ചത്, എന്തുതരം വാദമുഖങ്ങൾ, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അവതരിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു സോഷ്യൽ ആസ്പെക്ട് സമ്പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, നമ്മൾ പറയുന്നത് ഇപ്പം അധ്യാപകരെ നിയമിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, മറിച്ച് വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അധ്യാപകൻ ഉണ്ടായിരിക്കണം. അത് ഒരു സ്കൂളിൽ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ പഠിപ്പിക്കുവാൻ അയാളുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല, അവിടെ അധ്യാപകൻ ഉണ്ടാവാം. പക്ഷേ അതിന്റെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു നിയമം ഉണ്ടാവണം, ഒരു ഉത്തരവുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. യഥേഷ്ടം ചെയ്യാൻ അവസരമുണ്ട്, ഒരു പ്രയർ സാങ്ഷനും ആവശ്യമില്ല എന്ന് കോടതി പറയുന്നത് തീർച്ചയായിട്ടും അത് ചലഞ്ച് ചെയ്യേണ്ടുന്ന ഒരു വിധി തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു ശ്രീ CP ചെറിയ മുഹമ്മദ്, ഇവിടെ ഈ പറയുന്നത് പോലെ അധ്യാപക നിയമനത്തിന്റെ പേരിൽ യഥേഷ്ടം നിയമനം നടത്താനും അതിന്റെ പറവിൽ കച്ചവടം നടത്താനും സാധ്യതയൊരുക്കുന്ന തരത്തിലേക്ക് ഒരു കോടതി ഇടപെടൽ ഉണ്ടായത്, അതിന് കാരണമായത് സർക്കാരിന്റെ അശ്രദ്ധയല്ലേ? സ്വാഭാവികമായും കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകളോട് ചേർന്ന് നിൽക്കാത്ത വ്യവസ്ഥകൾ അധ്യാപക പാക്കേജിൽ ഉൾപ്പെടുത്തുക വഴി നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇത് സർക്കാരും പ്രൈവറ്റ് മാനേജ്മെന്റുകളും തമ്മിൽ ഒത്തുകളിച്ചതാണോ എന്ന് സംശയിക്കാൻ തക്ക രീതിയിലുള്ള ഒരു അശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്ത് ഈ അധ്യാപക പാക്കേജിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ? അതല്ല എങ്കിൽ കോടതിയിൽ നിന്ന് ഒട്ടനവധി ആശയക്കുഴപ്പം ഇതിലുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകളുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നുമെല്ലാമുള്ള കമന്റുകൾ ഉണ്ടാകുമായിരുന്നു. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, 2009 കേന്ദ്ര നിയമം നടപ്പിലാക്കി, 10 മുതൽ അത് നിലവിൽ വന്നു, 9 പാസ്സായി, 11 ഇവിടെ റൂൾ ഉണ്ടാക്കി. 2011 റൂൾ ഉണ്ടാക്കുമ്പോൾ 3 വർഷത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കാമെന്ന് അന്നൊരു തീരുമാനമുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ 2014 വെച്ചുകൊണ്ടുള്ള പുതിയ ചർച്ച നടക്കുന്നത്. ഇവിടെ സർക്കാരും കോടതിയും അല്ലെങ്കിൽ ഒത്തുകളിച്ചു അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒത്തുകളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇവിടെ പറഞ്ഞല്ലോ, ശിവകുമാർ തന്നെ പറഞ്ഞ പോലെ ഗവൺമെൻറ് UDFൻ്റെ സർക്കാരാകുന്നു, എന്നാലും ഞങ്ങൾ പലതും എതിർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യം പ്രിയർ സാങ്ഷൻ. ഇവിടെ മാനേജ്മെൻറ്റ് പ്രതിനിധികളോട് ഒരു കാര്യം പറയട്ടെ, ഈ മെയിൽ അടുത്ത വർഷത്തേക്കുള്ള പോസ്റ്റിൻ്റെ കാര്യമല്ലോ പറഞ്ഞത്. പകരമായി മാർച്ച് 31 അറിയാം ആരൊക്കെ റിട്ടയർ ചെയ്യുന്നു, പുതിയ പോസ്റ്റിൻ്റെ സാധ്യത. ഇവിടെ അഡീഷണൽ തസ്തികയുടെ കാര്യമല്ല, മറ്റ് തസ്തിക ആയിരുന്നാലും ശരി അതിൻ്റെ ഒരു പ്രിയർ സാങ്ഷനാണ് വാങ്ങിയത്.
ഇവിടെ ഒരു കാര്യമുണ്ട്, മാനേജ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഇവിടെ പറഞ്ഞു, അഡ്വക്കേറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, കോടതിയിൽ അദ്ദേഹം വാദിച്ച് ജയിച്ചുവെങ്കിലും ഇവിടെ പറഞ്ഞ ഒരുപാട് ഫാക്ച്വൽ എററുണ്ട് 35 45 കാര്യത്തിൽ. ഇവിടെ ഒരു കാര്യം 1 മുതൽ 5 വരെ RT ആക്ട് പ്രകാരം 1 മുതൽ 5 വരെയാണ് എലിമെൻ്ററി കൊടുത്തത്. ബാക്കി പിന്നീട് അത് 8 വരെയാണ്. 8ാം ക്ലാസ്സിലൊരു നിയമനം മാത്രമായിട്ട് 8ാം ക്ലാസ്സിലേക്ക് ഒരു നിയമനം ഉണ്ടോ കേരളത്തിൽ? 8ാം ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകന് അങ്ങനെ നിയമനം ഉണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ കണക്കിന് 1 മുതൽ 35 30 വെച്ച് 5 വരെയും 1:30 1:35 5 മുതൽ 8 വരെയാണ്. 8ാം ക്ലാസ് മറ്റൊരു ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്, ഹൈസ്കൂളിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അതിന് കോംപ്ലിക്കേഷൻ ഒരു ഭാഗത്തുണ്ട്. അതിലൊക്കെ ഉപരിയായി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നത് നമുക്കറിയാലോ, ഇവിടെ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ്, എൻ്റെ കക്ഷികളെന്ന് പറയുന്ന മാനേജ്മെൻറ്റ് RT നിയമപ്രകാരമാണോ ആ സ്കൂളൊക്കെ നടക്കുന്നത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കേന്ദ്ര നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും ചിലത് വെച്ച് മാത്രം വാദിച്ച് ജയിച്ച് മൊത്തത്തിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി എന്നത് പ്രായോഗികമായി തന്നെ അസാധ്യമായ അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നാസർ എടരിക്കോട് പറഞ്ഞതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? എന്താണ് നാസർ എടരിക്കോട് ഈ പറഞ്ഞതിന് പിന്നിലുള്ള കാര്യങ്ങൾ? പക്ഷേ ഏതെങ്കിലും ഒരു ഒരു നിയന്ത്രണം വേണമല്ലോ. അതെന്താണെന്ന് നാസർ മുന്നോട്ട് വെച്ചോട്ടെ. ഇവിടെ തോന്നിയതുപോലെ വെക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. ഇവിടെ ഇല്ലാത്ത അവസ്ഥയിൽ വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് അധ്യാപകർ ശമ്പളം കിട്ടാത്ത പ്രശ്നം വേറെ ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ 3-4 വർഷമായി ഇവിടെ ഇപ്പോൾ തന്നെ ഒരുപാട് ചർച്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ജൂലൈ 8 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിസഭാ ഉപസമിതി ഇരുന്ന് അധ്യാപക പ്രൊട്ടക്ഷനും ശമ്പളത്തിനും വേണ്ടിയുള്ള ഒരു അവസാനമായ ഒരു പാക്കേജ് എന്ന രൂപത്തിൽ അവസാനമായി 213 2015 എന്ന ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവിലുള്ള 1-2 പോയിന്റ് വെച്ചുകൊണ്ട് കോടതിയിൽ പോയി അന്നു മുതൽ സ്റ്റേ ചെയ്തു. അതിനുശേഷം വർഷം 2 ഇവിടെ നിരന്തരമായി അതിൻ്റെ വാദമുഖങ്ങളുമായി പിന്നീടും 2 വർഷം ശമ്പളം കിട്ടുന്ന മുടങ്ങുകയാണ്. പകരമായി അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്ന കാര്യത്തിൽ ഈ നിയമിച്ചു പോകുന്ന മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തമില്ലേ? ആ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം അവർ കാണിക്കാതെ അല്ലേ കോടതിയിൽ പോയിട്ട് ഇതിനെ ചോദ്യം ചെയ്ത് ആർക്കും ശമ്പളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, സർക്കാരായിരുന്നാലും ശരി മാനേജ്മെൻ്റ് ആയിരുന്നാലും ശരി, ഈ കാര്യത്തിൽ അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്ക് പോകുന്നതിന് പകരമായി അധ്യാപനം അങ്ങനെ വേറെ ആരെ കാണോ? ഞാനൊന്ന് ഇടപെടട്ടെ. അധ്യാപക പാക്കേജിലെ ഹൈക്കോടതി ഇടപെടൽ സർക്കാരിന് അധിക ബാധ്യതയാകുമോ? ഈ ചർച്ച തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അധ്യാപക പാക്കേജിലെ ഹൈക്കോടതി ഇടപെടൽ സർക്കാരിന് അധിക ബാധ്യതയോ? ശ്രീ നാസർ എടരിക്കോട്, ഇവിടെ കൃത്രിമമായ തസ്തികകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ തസ്തികകളുടെ പേരിൽ നിയമനം നടത്തുകയും അതിൻ്റെ മറവിൽ കച്ചവടം നടക്കുകയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഷാജിർ ഖാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ നിയന്ത്രിക്കുക എന്നതുകൂടിയായിരുന്നു അധ്യാപക പാക്കേജിൽ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നൊരു വ്യവസ്ഥയിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അത് എടുത്തു കളയുന്നതോടെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുന്നു. ഏതു തരത്തിലുള്ള നിയന്ത്രണമാണ് അങ്ങനെയാണെങ്കിൽ ശ്രീ നാസർ എടരിക്കോട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അധ്യാപക നിയമനം ഒന്നാകെ PSCക്ക് വിടുക, സംവരണം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരവധി സംഘടനകളുടെ രംഗത്തുണ്ട്. ഈ ഘട്ടത്തിൽ എന്താണ് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ അധ്യാപക നിയമനത്തിൽ സുതാര്യത വരുത്താൻ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ ഭരണഘടന ഉറപ്പ് നൽകുന്ന അധികാരങ്ങളും അവകാശങ്ങളും അതുപോലെ തന്നെ നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ്. മാനേജ്മെൻറ്റിൻ്റെ എതിരെ ഇപ്പോൾ പൊതുവെ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഊതി വീർപ്പിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്ന കള്ളക്കണക്ക് വെച്ച് കള്ളക്കുട്ടികളെ വെച്ചുകൊണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഡിസ്ട്രിക്ട് വിദ്യാഭ്യാസ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, വിജിലൻസ് വിങ്, സ്പെഷ്യൽ വിജിലൻസ് വിങ്, സൂപ്പർ ചെക്ക് സെല്ല്, അങ്ങനെ ഒട്ടനവധി വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളോട് കൂടിയാണ് സ്കൂളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് പറഞ്ഞാൽ 6 പ്രവൃത്തി ദിവസത്തെ എണ്ണത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ നമുക്കറിയാം സ്പാർക്ക് സംവിധാനം, സമ്പൂർണ്ണ സോഫ്റ്റ്വെയർ, ഇതൊക്കെ സ്കൂളുകളിൽ വന്നതാണ്. UID പൂർത്തിയായി. ബഹുമാനപ്പെട്ട ഡയറക്ടർ തന്നെ കഴിഞ്ഞ ഈ 15-ാം തീയതിയുള്ളിൽ വ്യക്തമായ നിർദ്ദേശം കൊടുത്ത് 100% ആക്കിയിട്ടുണ്ട്. പരിശോധിക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. ഈ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദ്യം ചെയ്യുകയുണ്ടായി, ഈ ഏതെങ്കിലും കേസുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ, സർക്കാർ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഗവൺമെൻറ്റുമായി ചർച്ചയിൽ വളരെ വ്യക്തമായി തന്നെ ഏതെങ്കിലും അനധികൃതമായി വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ഡിവിഷൻ ഉണ്ടാക്കുന്ന അവർക്കെതിരെ ഹെഡ്മാസ്റ്റർക്കും ക്ലാസ് ടീച്ചർക്കും മാനേജർക്കുമെതിരെ ക്രിമിനൽ പ്രൊസീജിയർ നടപടി എടുത്തുകൊണ്ട് പോകണം. കാരണം ഖജനാവിലെ പൈസ സാധാരണക്കാരന് പാവപ്പെട്ടവനൊക്കെ നികുതി പണമാണ്.
അത് എടുത്തുകൊണ്ട് ശമ്പളം കൊടുക്കുമ്പോൾ ഇല്ലാത്ത തസ്തികയിൽ വെക്കുന്നതിന് തടസ്സം തന്നെയാണ്, അതിൽ യാതൊരുതില്ല. പിന്നെ എയ്ഡഡ് സ്കൂളുകൾക്ക് PSC ക്ക് വിടും എന്ന് പേടിപ്പിച്ച് ഉണ്ണാമാക്കി കാണിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാനേജ്മെൻറ്റ് മാറി വരുന്ന സർക്കാരുകളുടെ മുമ്പിൽ എത്രയോ വട്ടം വെച്ചതാണ്. ഒന്നെങ്കിൽ സർക്കാർ ഇത് ഏറ്റെടുക്കട്ടെ, 100% PSC ക്ക് വിട്ടോട്ടെ. PWD നിരക്കിൽ വാടക നൽകിക്കൊണ്ട് സ്കൂളുകൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കട്ടെ. ചരിത്രപരമായ കാരണങ്ങളാൽ പൂർവികരായ ആളുകൾ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകട്ടെ എന്ന വ്യക്തമായ ഒരു ധാരണയോട് കൂടിയാണ് സ്ഥാപനങ്ങൾ നടന്നത്. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്കാർക്കും അങ്ങനെ PSC ക്ക് കൊണ്ടതിന് ആർക്കും എതിർപ്പുള്ളത്? സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവട്ടെ. PWD നിരക്കിൽ വാടക നൽകി ചെയ്യുമ്പോൾ പറയും വാടക കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പ്രയാസപ്പെടും. അതിന് ഞങ്ങൾ വ്യവസ്ഥകൾ പറഞ്ഞു. ത്രിതല പഞ്ചായത്തിൻ്റെ ഫണ്ടുകളുണ്ടല്ലോ, ചിലവാകാത്ത കിടക്കുന്ന മാർച്ച് മാസത്തിൽ കിടക്കുന്നതിൽ 80%, 40% ചിലവായിട്ടുള്ളത്, അതിൻ്റെ ബാക്കി കൊടുക്കട്ടെ. അങ്ങനെ പല സമയം ശ്രീകുമാർ സാർ തന്നെ കഴിഞ്ഞ ചർച്ചയിലൊക്കെ നമ്മളോട് പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറാവും, നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞു. അതിന് ഗവൺമെൻറ് തയ്യാറാവട്ടെ. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റ് എന്തൊക്കെ ചെയ്യുന്നു, നമുക്ക് കുട്ടികൾ വേണ്ടേ? നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂളുകളും ബാച്ചുകളും കൊടുത്തിട്ട് ഇന്ന് വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടോ? ഗവൺമെൻറ് അവിടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? നമുക്കറിയാം മലപ്പുറത്തടക്കം DD ഓഫീസിന് മുമ്പിൽ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളിലും PTA രക്ഷിതാക്കൾ സമരം നടത്തിയില്ല അധ്യാപകരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇവിടെ നടപ്പിലായി 2014 പ്രാബല്യത്തിൽ വന്നിട്ട് പോലും കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകരെ നിയന്ത്രിക്കണം. എന്താണ് ഇവർക്ക് വ്യവസ്ഥകളില്ലേ? റോട്ടുമ്മ കൂടി പോകുന്നതിന് ചായക്കടയിലുള്ള ആളും പിടിച്ചിട്ടാണോ അധ്യാപകനാക്കുന്നത്? സർക്കാർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെ വ്യക്തമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ പറഞ്ഞനുസരിച്ച് മാനേജർമാർ നിയമനം നടത്തുന്നത്. ശ്രീ N. ശ്രീകുമാർ, താങ്കൾക്ക് നാസർ എടരിക്കോട് പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാം, മറുപടി പറയാം അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാസർ എടരിക്കോടിനെ പോലെ സാമൂഹ്യബോധമുള്ള മാനേജർമാർ സംസ്ഥാനത്തുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. എന്നാൽ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ മാനേജർമാരിൽ ഭൂരിപക്ഷവും ഈ സുഹൃത്തിനെ പോലെയുള്ള മാനേജർമാരല്ല. അവർ ഇല്ലാത്ത തസ്തികയിലേക്ക് നിയമിക്കുന്നത് മുതൽ ഒരു നിയമനത്തിന് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കുന്നത് പകൽ പോലെ സത്യമാണ്. കേരളത്തിൽ കോഴ വാങ്ങിക്കുന്ന മാനേജർമാരാണ്. നിയമനം PSC ക്ക് വിടുന്നത് സംബന്ധിച്ചുള്ള ചർച്ച നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നിയമനം PSC ക്ക് വിടുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ് ശ്രീ നാസർ എടരിക്കോട്. അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം വളരെ ശ്ലാഘനീയമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഈ PSC ക്ക് വിടുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇനി മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ ഉണ്ടാകുന്ന നിയമനം നിങ്ങൾ മുൻകൂട്ടി ഗവൺമെൻറ്റിനെ അറിയിക്കുക. ഗവൺമെൻറ് അത് നോട്ടിഫൈ ചെയ്യും. നോട്ടിഫൈ ചെയ്യുന്ന മുറയ്ക്ക് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ അവരിൽ നിന്ന് മെറിറ്റ് പരിഗണിച്ച് അവരിൽ നിന്ന് നിയമനം മാനേജർമാർക്ക് തന്നെ നടത്താം എന്ന് പറയുന്ന മാനേജർമാരുടെ ഉത്തരവാദിത്വത്തെയും അധികാരത്തെയും അധികമൊന്നും ഹനിക്കാത്ത ഒരു തീരുമാനമാണ് കഴിഞ്ഞ UDF ഗവൺമെൻറ് തന്നെ എടുത്തത്. തീർച്ചയായിട്ടും അവർ ഉത്തരവാദിത്വ ബോധമുള്ള സാമൂഹ്യ ബോധമുള്ള മാനേജ്മെൻറ്റുകളായിരുന്നെങ്കിൽ അതിനെ എതിർക്കേണ്ട ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല, ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തയ്യാറാണ്, കേരളത്തിൽ മെറിറ്റുള്ള ഒരു അധ്യാപകരാകട്ടെ, കേരളത്തിൽ സാമൂഹ്യനീതി അനുസരിച്ചുള്ള നിയമനങ്ങൾ കേരളത്തിൽ വരട്ടെ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മാനേജ്മെന്റിന് കഴിയാത്തത്? എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം സർക്കാരിന്റെ മുൻകൂർ അനുമതിയിൽ വേണ്ട എന്ന് കോടതി ഒരു തീരുമാനത്തിൽ എത്താനുണ്ടായ സാഹചര്യം എന്താണ് താങ്കൾ അതിനുവേണ്ടി വാദിച്ചത്? കേരള ഗവൺമെൻറ് 16/8/2014 കൊണ്ടുവന്ന KER അമെൻമെൻറ്റ് പ്രകാരം എല്ലാ വേക്കൻസികളും നോട്ടിഫൈ ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്നും മുൻകൂർ അനുമതി മേടിക്കണം. സാധാരണ ആൻറ്റിസിപ്പേഷൻ വേക്കൻസി ആയിട്ടുള്ള റിട്ടയർമെൻറ്റ്, ഡെത്ത് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ. ജൂൺ 1-ാം തീയതി മുതൽ ജൂൺ 30 വരെയുള്ള കാലങ്ങളിൽ ഏകദേശം ഒരു 150ഓളം കുട്ടികൾ ആ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ നിയമപ്രകാരമാണെങ്കിൽ LP സ്കൂളാണെങ്കിൽ അത് 30 കുട്ടികൾക്ക് ഒരു ടീച്ചറെയും, ഇനി കേരള എഡ്യൂക്കേഷൻ റൂൾസ് ആണെങ്കിൽ അതിൽ 1:45 പ്രകാരം ഒരു ടീച്ചറെ നിയമിക്കണം. ഇതെങ്ങനെയാണ് ഒരു മാനേജർ മുൻകൂട്ടി കണ്ടുകൊണ്ട് 2006 വേണ്ട നിയമനം 2007 അറിയിച്ചിട്ട് 2006 കുട്ടികളെ പഠിപ്പിക്കുക? അതൊരിക്കലും വർക്കബിൾ സൊല്യൂഷൻ അല്ല. നേരെ മറിച്ച് റിട്ടയർമെൻറ്റ് പോലെയുള്ള പെർമനൻ്റ് വേക്കൻസി വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻകൂട്ടി ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് മാനേജർമാരത് നിയമിക്കട്ടെ. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു, മാനേജർമാർ ഏതെങ്കിലും തരത്തിലുള്ള നിയമനം മിസ്മാനേജ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരള വിദ്യാഭ്യാസ ചട്ടം ചാപ്റ്റർ
3-ാം ചാപ്റ്ററിൽ 7-ാം റൂൾ പ്രകാരം ഡിസ്ക്വാളിഫിക്കേഷന് സർക്കാരിന് നിയമ നടപടി എടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. അതുപ്രകാരം അവരെ അയോഗ്യരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന് വരുത്തി വച്ചേക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ അവരിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി KRന്റെ അമെൻമെൻറ്റിലേക്ക് ഒന്നും കൂടെ വരാം. 2, പ്രീവിയസ് പെർമിഷൻ എടുക്കണമെങ്കിൽ ജൂൺ 1-ാം തീയതി വന്നേക്കുന്ന 150 കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം 30 കുട്ടികളുണ്ടായിരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 120 കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കാനുള്ള സാറിനെ ഒരു മാനേജർ നിയമിച്ചാൽ അത് മാനേജർ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി സെക്ഷൻ 10 പ്രകാരം അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാം. ഇനി അടുത്ത അതിലേക്ക് വീണ്ടും പോന്നു. ഇനി 2015-ൽ 213 പറഞ്ഞുള്ള ഒരു ഉത്തരവ് ഗവൺമെൻറ് കൊണ്ടുവരുന്നു. അതുപ്രകാരം ടീച്ചേഴ്സ് പാക്കേജ് പിൻവലിച്ചു. ടീച്ചേഴ്സ് പാക്കേജിന് പ്രിഫറൻസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 16/8/2014 KR അമെൻമെൻറ്റ് പറഞ്ഞത്. അപ്പോൾ ടീച്ചേഴ്സ് പാക്കേജിൽ പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ ഏതെങ്കിലും കാരണത്താൽ അവിടെ തസ്തിക നഷ്ടമാകുമ്പോൾ ആ സ്കൂളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ടീച്ചർക്ക് KR പ്രകാരം 51A ക്ലെയിമിൻ്റെ പ്രകാരം തിരിച്ച് പേരൻറ്റ് സ്കൂളിലേക്ക് മാതൃ സ്കൂളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കെ അത് മറികടന്നുകൊണ്ട് ടീച്ചേഴ്സ് ബാങ്കിന്, അതായത് വേറെ മാനേജർ നിയമിച്ച് ആ മാനേജറുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം മൂലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പുറത്തു പോകുന്ന ടീച്ചറെ എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ എൻ്റെ മാനേജർ സ്കൂളിൽ നിയമിക്കണം, അതിന് പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയുന്നതും പ്രാക്ടിക്കബിൾ അല്ല എന്ന് കോടതിയിൽ കണ്ടെത്തി. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നത് അപ്രൈസൽ കമ്മിറ്റിയാണ്. അപ്രൈസൽ കമ്മിറ്റിയിൽ എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് പ്രതികരിക്കുന്നത്? കൂടുതലും രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പം മാറി വരുന്ന കൊടിയുടെ രാഷ്ട്രീയം വെച്ചിട്ട് ഏതെങ്കിലും നടപടികൾ വരാൻ ഞാൻ അതിലേക്ക് രാഷ്ട്രീയമായിട്ട് കടക്കുന്നില്ല. എങ്കിലും ഈ അപ്രൈസൽ കമ്മിറ്റിക്ക് എങ്ങനെയാണ് ഒരു സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ പറ്റുന്നതെന്നുള്ള കോടതിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഗവൺമെൻറ് ഭാഗത്ത് വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റില്ല. ചെറിയ മുഹമ്മദ്, ഇവിടെ വിദ്യാർത്ഥി അധ്യാപക അനുവാദത്തിന്റെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ അധ്യാപക നിയമനത്തിലെ സർക്കാരിന്റെ മുൻകൂർ അനുമതി എന്ന കാര്യത്തിലായാലും പ്രായോഗികമായി സാധ്യമല്ലാത്ത കാര്യങ്ങൾ എന്ന മാനേജ്മെന്റുകളുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അല്ല, ഇതിൽ ഈ വാദം കോടതി അംഗീകരിച്ചു, ശരി. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, അഡീഷണൽ തസ്തികയുടെ കാര്യത്തിലാണ് ബഹുമാനപ്പെട്ട വക്കീൽ ഈ പറയുന്നത്. ജൂണിൽ ചേർന്നത് കുട്ടികൾ ചേരുന്നു, അത് വെച്ചുകൊണ്ട് തസ്തിക എങ്ങനെ മുൻകൂർ വേണ്ടല്ലോ? അതിനല്ലേ 6th വർക്കിംഗ് ഡേ റിപ്പോർട്ട്. 6th വർക്കിംഗ് ഡേ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നിയമനത്തിന് മുൻകൂർ ചോദിക്കാലോ, അത് ഗവൺമെൻറ്റിന് പരിശോധിക്കാലോ, പരിശോധിച്ചുകൊണ്ട് അനുമതി കൊടുക്കാലോ. അല്ലാത്ത റിട്ടയർമെൻറ്റ്, ഡെത്ത് അതുപോലുള്ള മറ്റു ഒഴിവുകളാണ്. പെർമനൻറ്റ് വേക്കൻസിയുടെ കാര്യത്തിലാണ് March 31 അറിയാം, പ്രിയർ സാങ്ഷൻ ചോദിക്കാലോ. വേണ്ട. എങ്ങനെ കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ ഇപ്പോൾ നിയമനം നടക്കുന്നത്? എയ്ഡഡ് കോളേജുകളും ഇതുപോലെ മാനേജ്മെൻറ്റിൽ തന്നെ നടത്തുന്നത്. കേരളത്തിൽ ഏത് എയ്ഡഡ് കോളേജുകളിലാണ് മുൻകൂർ പ്രിയർ സാങ്ഷൻ ഇല്ലാതെ, യൂണിവേഴ്സിറ്റിയുടെ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ ഇല്ലാതെ എവിടെ നിയമനം നടക്കുന്നത്? ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നടക്കില്ല എന്നുള്ള കാരണം നമുക്കറിയാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ചില ചട്ടങ്ങളും ചില നിയമങ്ങളും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പകരമായി കുറച്ചുകൂടി വയബിളായി പ്രായോഗികമായി ആലോചന നിർബന്ധമാണ്. ഇവരെ പെർമിഷൻ ചോദിക്കണം 6ാം പ്രവൃത്തി ദിവസത്തെ കുട്ടികളുടെ എണ്ണം കിട്ടിയിട്ട് നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള നമുക്കറിയാം 2009 ശ്രീവദാസ മേനോൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് തൊട്ട് തന്നെ നിയന്ത്രണം വന്നിട്ടുണ്ട്. 99 മുതൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അന്നൊക്കെ പറയുമ്പോൾ പെർമിഷൻ വാങ്ങണം. ഏതെങ്കിലും ഒരു വിദ്യാലയത്തിന് അധ്യാപകരെ നിയമിക്കാനുള്ള സർക്കാർ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ചോദിച്ച നിയമപരമായി തന്നെ രേഖാമൂലം എഴുതി ചോദിച്ചിട്ട് നാളെ ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ സർക്കാർ നിയന്ത്രണം വെക്കുന്നതിൻ്റെ പേരിൽ വിദ്യാലയങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാവും, കുട്ടികളെ പഠിപ്പിക്കാൻ ആളുണ്ടാവില്ല. നമുക്കറിയാം ചില സ്കൂളുകളിലൊക്കെ അധ്യാപകരില്ലാതെ 4-5 ക്ലാസ്സുകൾ ഒഴിഞ്ഞു കിടന്നാൽ ആ കുട്ടികളുടെ ഭാവി മാത്രമല്ല സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ CP ആയാലും ശ്രീകുമാർ സാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഇതിന് നിയന്ത്രണം വേണമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചെയ്യും. ഞങ്ങളുടെ ചർച്ചയിൽ എന്താ പറഞ്ഞത്? അധ്യാപക പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റിൽ നടന്ന ചർച്ചയിൽ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വന്ന അധ്യാപക സംഘടനയും മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും ചർച്ചയിൽ എന്താ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് അനുമതി തന്നിരിക്കും. ഈ 24 മണിക്കൂറിനുള്ള അനുമതി തന്നിട്ടില്ലെങ്കിൽ തന്നതായി കണക്കാക്കി നിയമനം നടത്താവുന്നതാണ്. പിന്നീട് എന്താ പറഞ്ഞത്? പിന്നെ ഉത്തരവായി വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഈ വർഷത്തേക്ക് ഈ വർഷം റിപ്പോർട്ട് ചെയ്താൽ, അതായത് 6th വർക്കിംഗ് ഡേ കഴിഞ്ഞു, സ്റ്റാഫ് ഫിക്സേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഉണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അടുത്ത മാർച്ചിൽ നോട്ടിഫൈ ചെയ്യും. അപ്പോൾ ആ ഒരു വർഷക്കാലം ആ കുട്ടികൾ ആര് പഠിപ്പിക്കും? വ്യക്തമാക്കണ്ടേ? അപ്പോൾ പെർമിഷൻ പിന്നെ ഷാജിർ ഖാൻ, ഇവിടെ സർക്കാർ ഖജനാവിന് അധിക ബാധ്യത വരുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്നത്. അത് അധ്യാപക നിയമനത്തിൻ്റെ കാര്യത്തിലായാലും
അതിൽ മുൻകൂർ അനുമതി വേണ്ട എന്ന കാര്യത്തിലായാലും വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിൻ്റെ കാര്യത്തിലായാലും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ, ഈ തരത്തിലുള്ള കച്ചവടത്തിൻ്റെ വാതിലുകൾ അടച്ചിടാൻ നമുക്ക് ഈ അധ്യാപക നിയമനം PSCക്ക് വിടുക എന്ന പോംവഴിയാണോ ഉള്ളത്? അത് അത്തരമൊരു ആവശ്യത്തെ ഏത് രീതിയിലാണ് ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രതിസന്ധിയുടെ ഒരു പശ്ചാത്തലത്തിൽ അപ്പോയിന്റിംഗ് അതോറിറ്റി ഇനി മാനേജ്മെന്റ് ആയിരിക്കണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാനേജ്മെന്റ് ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ക്രമക്കേട് നടത്തുന്ന മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാനുള്ള വകുപ്പുകളുണ്ട്, വേണമെങ്കിൽ ജയിലിലടയ്ക്കാം. അങ്ങനെ ജയിലിലടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ മഹാഭൂരിപക്ഷം മാനേജ്മെന്റുകളെയും പ്രതിനിധികളെയും പിടിച്ച് ജയിലിടേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ മറികടക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ എന്തായാലും ഹൈക്കോടതിയുടെ ഈ വിധിയെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനെ ചോദ്യം ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. പക്ഷെ അതേസമയം ഈ പാക്കേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടുന്നത് ഇതിനകം അധ്യാപകരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക് സ്കൂളിലാണെങ്കിലും അൺഎക്കണോമിക് സ്കൂളുകളിലാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് അവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് നിയമന അംഗീകാരം കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഗവൺമെന്റിന് 2 മാസം കൂടി ഇനി കാലാവധി വെക്കും. അപ്പോൾ അതിനുള്ളിൽ ഈ പാക്കേജിന്റെ അംഗീകാരത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അടിയന്തരമായി വേണ്ടുന്നത്. അതോടൊപ്പം PSC വഴി നിയമനം നടത്തുക എന്നത് തത്വത്തിൽ അംഗീകരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാം. കാരണം അതല്ലാതെ ഇനിയിപ്പം എങ്ങനെയാണ് ഭാവിയിലും വരാൻ പോകുന്നത്? ഇപ്പം 8000-ഓളം പുതിയ വേക്കൻസികൾ പുതുതായി സൃഷ്ടിക്കാൻ പോവാണ്. ഈ 30-35 എന്ന് പറയുമ്പം അതിനകത്ത് പുതിയ നിയമനങ്ങൾ എന്നുള്ളതല്ല, 10-10,000-ഓളം അധ്യാപകർ പുറത്തു നിൽക്കുകയാണ്. അഥവാ ഇവർ നിയമിച്ചിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ ശ്രീ നാസർ പറയാത്തത്? നിങ്ങൾ തന്നെ നിയമിച്ചിരിക്കുന്ന അധ്യാപകർ ശമ്പളമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല? എയ്ഡഡ് മാനേജ്മെന്റ് കൊടുക്കുമോ? ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇപ്പോൾ കുരുങ്ങി കിടക്കാണല്ലോ. സ്റ്റാഫ് ഫിക്സേഷൻ, ഇപ്പോൾ ഗവൺമെന്റ് ഭാഗം പറയുമ്പോൾ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ CP മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തുന്നില്ല? അവിടെയാണ് നമ്മൾ ഒത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് വഴിയാണ് ഈ പറഞ്ഞ ഒരു അരാജകത്വം നിലനിൽക്കുന്നു, അവ്യക്തത നിലനിർത്തുന്നു. അതിലൂടെ ഈ മാനേജ്മെന്റുകൾക്ക് യഥേഷ്ടം കോഴ വാങ്ങിക്കൊണ്ട് നിയമനം നടത്താൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. റൈറ്റ്. അധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന ആവശ്യം കുറെ കൂടി സജീവമായി പരിഗണിക്കപ്പെടാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. വളരെയധികം ശ്രീ N. ശ്രീകുമാർ, ശ്രീ CP ചെറിയ മുഹമ്മദ്, അഡ്വക്കേറ്റ് ജിജി തോമസ്, ശ്രീ നാസർ അഡരിക്കോട്, ശ്രീ ഷാജിർ ഖാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.